വെൽക്കം ഓൾ. നമ്മളിന്ന് പൈത്തൺ ഫുൾ സ്റ്റാക്കിൻ്റെ രണ്ടാമത്തെ സെഷനാണ് ഇന്ന് എടുക്കാൻ പോകുന്നത്. നമ്മൾ ഫസ്റ്റ് സെക്ഷനിൽ ഓൾറെഡി ഇൻട്രൊഡക്ഷൻ, പിന്നെ കീവേഡ്സ്, ടോക്കൺസ് എന്താണ് അതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തു. ഐഡൻറ്റിഫയേഴ്സ് എന്താണ് അതെല്ലാം ഡിസ്കസ് ചെയ്തു. ഇനി നമ്മൾ സെക്കൻഡ് സെഷനിൽ നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് എന്താണ് വേരിയബിൾസ്, എന്താണ് ഡേറ്റ ടൈപ്സ്. നമ്മളിന്ന് വേരിയബിൾസിനെയും ഡേറ്റ ടൈപ്സിനെയും കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് സെഷൻ കാണാത്തവർ ആദ്യം അത് കാണുക. ഇൻട്രൊഡക്ഷൻ പറഞ്ഞിട്ടുണ്ട്, ഐഡൻറ്റിഫയേഴ്സ്, ടോക്കൺസ്, കീവേഡ്സ് എന്താണ് അതിനെക്കുറിച്ചെല്ലാം നമ്മൾ ഫസ്റ്റ് സെഷനിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ സെക്കൻഡ് കാണുന്നതിന് മുന്നേ എല്ലാവരും മസ്റ്റായിട്ടും വാച്ച് ചെയ്യുക. ഓക്കെ, അപ്പോൾ എന്താണ് വേരിയബിൾസ്? നമ്മൾ പൈത്തണിൽ നമ്മൾ എന്തെങ്കിലും നമുക്ക് ഒരു ഡേറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു നെയിം കൊടുക്കും. ഒരു ഡേറ്റ സ്റ്റോർ ചെയ്യാൻ നമ്മളൊരു നെയിം കൊടുക്കും. ഡേറ്റ മീൻസ് എന്ത് ടൈപ്പ് ഡേറ്റ വേണമെങ്കിലും ആവാം. ന്യൂമറിക് ഡേറ്റ ആവാം, സ്ട്രിങ് ആവാം, എന്ത് ടൈപ്പ് ഡേറ്റാസ് വേണമെങ്കിലും ആവാം. അപ്പോൾ എന്ത് ചെയ്യും, നമ്മൾ ഇപ്പോൾ വേരിയബിൾസ് ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഇപ്പോൾ ഇവിടെ നെയിം ഈക്വൽ ടു ABC എന്ന് കൊടുത്തിട്ടുണ്ട്, ഏജ് ഈക്വൽ ടു 21 എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ABCയും 21ഉം നമുക്ക് മെമ്മറിക്കകത്ത് ഒരു എന്താ പറയുക, ഫസ്റ്റ് നമുക്കൊരു എക്സാമ്പിൾ പറയാം. ഒരു കണ്ടെയ്നർ അല്ലെങ്കിൽ ഒരു ബോക്സ്. ആ ബോക്സിൽ നമുക്ക് ആദ്യം ഒരു ബോക്സിൽ ABC സ്റ്റോർ ചെയ്യണം. അപ്പോൾ നമ്മളെ കമ്പ്യൂട്ടറിൽ മെമ്മറിയിൽ ആ ABC പോയി സ്റ്റോർ ആവും. നെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യണം, 21 കൊണ്ടുപോയി സ്റ്റോർ ചെയ്യണം. അപ്പോൾ അതൊരു കണ്ടെയ്നറിൽ പോയി മെമ്മറിയിൽ പോയി 21 സ്റ്റോർ ആവും. അപ്പോൾ ഈ മെമ്മറിയെ അല്ലെങ്കിൽ ഈ സ്റ്റോർ ആയിരിക്കുന്നതിനെ നമുക്ക് യുണീക്കായിട്ട് ഓരോ ഐഡൻറ്റിഫയർ അല്ലെങ്കിൽ നമുക്ക് യുണീക്കായിട്ടൊരു ഇത് വെച്ചിട്ട് ഐഡൻറ്റിഫൈ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഇവിടെ ഇപ്പോൾ യൂസ് ചെയ്തിരിക്കുന്നത് ഏതാണ്, നെയിം, ഏജ്. അപ്പോൾ നെയിമിനെ ABC ഐഡൻറ്റിഫൈ നമ്മൾ നെയിം വെച്ചിട്ടും ഏജ് 21നെ ഏജ് വെച്ചിട്ടും. അപ്പോൾ ഇതാണ് നമ്മൾ വേരിയബിൾ എന്ന് പറയുന്നത്. വേരിയബിൾസ് യൂസ് ചെയ്യുന്നത് എന്താണ്, നമുക്ക് സ്റ്റോർ ചെയ്യാനും അപ്ഡേറ്റ് ചെയ്യാനും നമുക്ക് പ്രോഗ്രാംസിൽ ഡേറ്റാസ് സ്റ്റോർ ചെയ്യാനും അപ്ഡേറ്റ് ചെയ്യാനും നമുക്ക് ഈസി ആയിട്ട് പെട്ടെന്ന് അതിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടൊരു നെയിം, അതാണ് നമ്മൾ ഈ വേരിയബിൾസ് കൊണ്ട് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് ഇതിൽ നൈമിംഗ് റൂൾസ് ഉണ്ട്. വേരിയബിൾസിന് കുറച്ച് നൈമിംഗ് റൂൾസ് ഉണ്ട്. വേരിയബിൾസ് മസ്റ്റ് സ്റ്റാർട്ട് വിത്ത് എ ലെറ്റർ അല്ലെങ്കിൽ ഒരു അണ്ടർസ്കോർ. വേരിയബിൾസ് എപ്പോഴും ഒരു അണ്ടർസ്കോറോ ഒരു ലെറ്ററോ വെച്ചിട്ട് മാത്രമേ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാവൂ. പിന്നെ കനോട്ട് സ്റ്റാർട്ട് വിത്ത് എ നമ്പർ. നമുക്ക് എന്തോ നമ്പർ ഉപയോഗിച്ചിട്ട് അതൊരിക്കലും സ്റ്റാർട്ട് ചെയ്യാൻ പാടില്ല. പിന്നെ സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് പാടില്ല. പിന്നെ ഒരു കാര്യം നമ്മൾ മുന്നത്തെ സെഷനിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ വേരിയബിൾസ് അതായത് നമ്മൾ കീവേഡ്സ്, ഐഡൻറ്റിഫയേഴ്സ് പറഞ്ഞു. നമുക്ക് പൈത്തണിൽ കുറച്ച് റിസർവ്ഡ് വേർഡ്സ് ഉണ്ട്. അതായത് ഇൻറ്റ്, ക്യാർ, അങ്ങനെ കുറച്ച് റിസർവ്ഡ് വേർഡ്സ് ഉണ്ട്. അതപ്പോൾ എന്താണ് റിസർവ്ഡ് എന്ന് പറയുമ്പോൾ മനസ്സിലാക്കാമല്ലോ. നമ്മളിപ്പോൾ ഒരു സീറ്റ് റിസർവ് ചെയ്താൽ അത് വേറെ ആർക്കും അത് ഒക്കുപ്പൈ ചെയ്യാൻ പറ്റത്തില്ല. അതേ സെയിം കൺസെപ്റ്റാണ് പൈത്തണിലും. കുറച്ച് റിസർവ്ഡ് വേർഡ്സ് ഉണ്ട്. ആ റിസർവ്ഡ് വേർഡ്സ് നമുക്കിവിടെ വേരിയബിളിൻ്റെ നെയിമായിട്ട് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ നെക്സ്റ്റ് വരുന്നൊരു ഇതാണെന്ന് പറഞ്ഞാൽ, പൈത്തൺ എന്ന് പറയുന്നത് ഒരു കേസ് സെൻസിറ്റീവ് ലാംഗ്വേജ് ആണ്, പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. എക്സാമ്പിൾ എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഇവിടെ ഏജിന് ഇതിപ്പോൾ സ്മോൾ ലെറ്റർ ഇട്ടു, നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ യൂസ് ചെയ്താൽ രണ്ട് ഡിഫറെൻറ്റ് മീനിങ് ആണ്. സോ അതൊരു കേസ് സെൻസിറ്റീവ് ആണ് പൈത്തൺ എന്നുള്ള ലാംഗ്വേജ്. അപ്പോൾ ഈ ഏജിനും നമ്മൾ ക്യാപ്സ് യൂസ് ചെയ്ത ഏജിനും രണ്ടും ഡിഫറെൻറ്റ് മീനിങ്സും ആണ്. അതും ശ്രദ്ധിക്കാൻ നൈമിങ് വരുമ്പോൾ. ഓക്കെ, അപ്പോൾ വേരിയബിൾസ് എന്താണെന്ന് മനസ്സിലായല്ലോ. വേരിയബിൾസ് മീൻസ് എന്താണ്, നമുക്കൊരു ഡേറ്റ അല്ലെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കുന്നോ, നമ്പർ ആവാം, ഒരു ക്യാരക്ടർ ആവാം, എന്ത് കൊടുക്കുന്നോ അത് സ്റ്റോർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു നെയിം, അതാണ് നമ്മൾ വേരിയബിൾ എന്ന് പറയുന്നത്. അതിന് റൂൾസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആ റൂള് എന്താണെന്ന് ആ റൂൾ വെച്ചിട്ട് വേണം നമ്മൾ ഒരു വേരിയബിളിന് നെയിം കൊടുക്കാൻ. നെക്സ്റ്റ് വരുന്നത് നമുക്ക് ഡേറ്റ ടൈപ്സ്. എന്താണ് ഡേറ്റ ടൈപ്പ്? അതായത് നമ്മളിപ്പോൾ പറഞ്ഞു, നമ്മൾ ഡേറ്റാസ് നമുക്ക് റിയൽ ടൈം ഡേറ്റാസ് അല്ലെങ്കിൽ റിയൽ ഡേറ്റാസ് ആയ ഇപ്പം നമ്മളെ ഏജ്, നെയിം, മാർക്സ്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമുക്ക് സ്റ്റോർ ചെയ്യണം. ആ സ്റ്റോർ ചെയ്യുന്നത് എന്ത് ടൈപ്പ് ഡേറ്റയാണ്, അതാണ് നമ്മൾ ഡേറ്റ ടൈപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ മുന്നേ C ലാംഗ്വേജ് അല്ലെങ്കിൽ C++, ജാവയൊക്കെ പഠിച്ചവർക്കറിയാം. നമ്മളിപ്പോൾ അതിലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, നമ്മളൊരു ഡിക്ലറേഷൻ ചെയ്യുമ്പോഴത്തേക്കും ഇൻറ്റ് എന്താണോ ആ നമ്പർ അല്ലെങ്കിൽ നമ്മൾ എന്താണോ ഉദ്ദേശിക്കുന്നത്, ഇൻറ്റ് ഏജ് ആണെങ്കിൽ ഏജ് അങ്ങനെ കൊടുക്കുക. സ്ട്രിങ് ക്യാരക്ടർ ആണെങ്കിൽ ക്യാരക്ടർ, അങ്ങനെയായിരിക്കും നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നത്. പക്ഷേ പൈത്തണിലൊരു വ്യത്യാസം എന്ന് പറയുന്നത് നമ്മൾ അങ്ങനെ ഡിക്ലെയർ ചെയ്യേണ്ട ആവശ്യം നമുക്ക് വരുന്നില്ല. ഇവിടെ ഇപ്പോൾ ശ്രദ്ധിച്ചാൽ അറിയാം, x = 10, y = 10.5, 9 = സ്ട്രിങ് വന്നു.
അപ്പോൾ എന്താണ് ഇവിടെ നമുക്ക് വേറെ ലാംഗ്വേജിലാണെങ്കിൽ നമ്മൾ ഇൻറ്റ് എക്സ് ഈക്വൽ ടു 10 ഫ്ലോട്ട് വൈ ഈക്വൽ ടു അങ്ങനെ പറയേണ്ടി വരും. നമുക്ക് പൈത്തൺ എന്ന് പറയുമ്പോൾ അങ്ങനെയില്ല, ഓട്ടോമാറ്റിക്കലി ഡേറ്റ ടൈപ്പ് റൺ ടൈം തന്നെ അത് അസൈൻ ചെയ്യും. അതാണ് പൈത്തണിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഡേറ്റ ടൈപ്പ് എന്താണ് ഫസ്റ്റ് നമ്മൾ പറഞ്ഞ ഡേറ്റ ടൈപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ടൈപ്പ് ഡേറ്റയാണ് കൊടുക്കുന്നത്, എന്ത് ഡേറ്റയാണ് കൊടുക്കുന്നത് അതിൻ്റെ ടൈപ്പ് നമ്മൾ ഡിക്ലെയർ ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഇപ്പോൾ നമുക്ക് കോമൺ ഡേറ്റ ടൈപ്സ് എന്ന് പറഞ്ഞാൽ ഇൻറ്റ്, ഫ്ലോട്ട്, സ്ട്രിങ്, ബൂളിയൻ, ലിസ്റ്റ്, ടപ്പിൾ, സെറ്റ്, ഡിക്ഷണറി, ഇതൊക്കെയാണ്. ഈ ഇൻറ്റ്, ഫ്ലോട്ട്, സ്ട്രിങ്, ബൂളിയൻ കോമൺ ഡേറ്റ ടൈപ്സ് ആണ്. ഇപ്പോൾ ഇൻറ്റിജർ നമ്പർ അതായത് നമ്പേഴ്സിൽ വരുമ്പോൾ ഇൻറ്റ് വരാം, ഫ്ലോട്ട് വരാം, സ്ട്രിങ് വരാം, ബൂളിയൻ വരാം. ഇൻറ്റ് വരുമ്പോൾ തന്നെ നമുക്ക് ഹോൾ നമ്പർ വരാം, ഡെസിമൽ നമ്പർ വരാം. അപ്പോൾ ആ ഡെസിമൽ നമ്പേഴ്സൊക്കെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഫ്ലോട്ടിലാണ് അത് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതിവിടെ നിങ്ങൾക്ക് എക്സാമ്പിൾ കാണുമ്പോൾ മനസ്സിലാവും. നമ്മൾ എക്സ് ഈക്വൽ ടു 10 അതായത് ആ ഹോൾ നമ്പർ ആണെങ്കിൽ ഇൻറ്റ് കൊടുക്കും, വൈ ഈക്വൽ ടു 10 അതായത് 10.5 ഇവിടെ കൊടുത്തു ഫ്ലോട്ട്. അപ്പോൾ ഇതാ ഡെസിമൽ നമ്പർ വരുമ്പോൾ നമ്മൾ ഫ്ലോട്ട് യൂസ് ചെയ്യും. നെക്സ്റ്റ് നമ്മളൊരു സ്ട്രിങ് പറഞ്ഞിട്ടുണ്ട്. സ്ട്രിങ് നമ്മൾ str എന്ന് പറയുന്ന ഒരു കീവേഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ സ്ട്രിങ് ഇതിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. പിന്നെ വരുന്നത് ബൂളിയൻ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് സെഷനിൽ ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ ബൂളിയൻ വരുമ്പോൾ മനസ്സിലാക്കുക, നമ്മൾ എസ് ഓർ നോ വാല്യൂസ് അതായത് ട്രൂ ഓർ ഫോൾസ് അത് നമുക്ക് നമ്മളെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ ഇപ്പോൾ ഇതുണ്ടോ ഇല്ലയോ, എസ് ആണോ നോ ആണോ, അത് നമ്മളെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാനുള്ളൊരു ഡേറ്റ ടൈപ്പാണ് ബൂളിയൻ എന്ന് പറയുന്നത്. 0 ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഫോൾസ് അല്ലെങ്കിൽ 1 ആണെങ്കിൽ ട്രൂ റിട്ടേൺ ചെയ്യുന്ന രീതിയിലാണ് അത് സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ബൂളിയൻ നമ്മൾ യൂസ് ചെയ്യുന്നത് ബൂൾ എന്ന് പറയുന്ന BOOL ബൂൾ എന്ന് പറയുന്ന ഒരു കീവേഡാണ് നമ്മൾ അതിന് യൂസ് ചെയ്യുന്നത്. ബാക്കി നമ്മൾ ഈ ലിസ്റ്റ്, ടപ്പിൾ, സെറ്റ് ആൻഡ് ഡിക്ഷണറി ഒക്കെ ഡേറ്റ സ്ട്രക്ചേഴ്സും കൂടെയാണ്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നത്തെ അടുത്ത നെക്സ്റ്റ് സെഷനിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് മെയിനായിട്ടും കോമൺലി വരുന്ന ഡേറ്റ ടൈപ്സ്. മെയിൻ ഡേറ്റ ടൈപ്സ് ഇതാണ്: ഇൻറ്റ്, ഫ്ലോട്ട്, സ്ട്രിങ് ആൻഡ് ബൂളിയൻ. ഇവിടെ നമ്മൾ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ടൈപ്പിൽ ഇൻറ്റ്, ഫ്ലോട്ട്, സ്ട്രിങ്, ബൂളിയൻ എല്ലാത്തിൻ്റെയും എക്സാമ്പിൾ, ഓരോ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. എന്തിനാണ് അതിൻ്റെ ഡിസ്ക്രിപ്ഷനും എല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മളിന്ന് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ എന്തൊക്കെയാണ് വേരിയബിൾസ് ഡിസ്കസ് ചെയ്തു, എന്തിനാണ് വേരിയബിൾസ് യൂസ് ചെയ്യുന്നത്, നമുക്കൊരു കാര്യം സ്റ്റോർ ചെയ്യാനും നമ്മൾ സ്റ്റോർ ചെയ്ത ഡേറ്റാസിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടൊരു നെയിം, അതാണ് വേരിയബിൾ നെയിം. അതിന് കുറച്ച് റൂൾസ് ഉണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ആ റൂൾസ് അനുസരിച്ചിട്ട് വേണം നമ്മൾ ആ വേരിയബിൾ നെയിം ഡിക്ലെയർ ചെയ്യാൻ. പിന്നെ നമ്മൾ ഡേറ്റ ടൈപ്പ് എന്താണെന്ന് പറഞ്ഞു, കോമൺ ഡേറ്റ ടൈപ്സ് എന്തൊക്കെയുണ്ടെന്ന് പറഞ്ഞു, ഇൻറ്റ്, ഫ്ലോട്ട്, സ്ട്രിങ് ആൻഡ് ബൂളിയൻ, അതെങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു ഒരു എക്സാമ്പിൾ കാണിച്ചു. പിന്നെ നമുക്ക് ഈ ഡേറ്റ ടൈപ്പ് ഇപ്പോൾ പൈത്തണിൽ പറഞ്ഞു, നമ്മൾ ഡേറ്റ ടൈപ്പ് എന്താണെന്ന് ഡിക്ലെയർ ചെയ്യുന്നില്ല, ഓട്ടോമാറ്റിക്കലി അസൈൻ ചെയ്യുന്നതാണ്. നമുക്ക് അതിൻ്റെ ടൈപ്പ് ചെക്ക് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒരു ടൈപ്പ് ഫംഗ്ഷൻ വെച്ചിട്ട് ഇതിൻ്റെ ഡേറ്റ ടൈപ്പ് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. അതിനാണ് നമ്മൾ യൂസ് ടൈപ്പ് ഫംഗ്ഷൻ. ആ ടൈപ്പ് ഫംഗ്ഷൻ എന്താണെന്ന് പറഞ്ഞാൽ നമുക്കത് റിട്ടേൺ ചെയ്യും, അത് എന്ത് ടൈപ്പ് ഓഫ് ഡേറ്റയാണെന്ന് നമുക്ക് ഔട്ട്പുട്ടായിട്ട് കാണിച്ചു തരും. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് എന്താണ് ഓപ്പറേറ്റേഴ്സ് എന്നും എന്താണ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഫംഗ്ഷൻ, ഇഫ് സ്റ്റേറ്റ്മെൻറ്റ്സ്, അതിനെക്കുറിച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ നെക്സ്റ്റ് നമ്മൾ ഇപ്പോൾ എടുത്തത് കാണുന്നതിന് മുന്നേ എല്ലാവരും മുന്നത്തെ സെഷൻ പോയി കാണുക. അതിൻ്റെ ബേസിക്സ് നമ്മൾ പറയുന്നുണ്ട്. ആ ബേസിക്സ് കണ്ടിട്ട് ഈ സെഷൻ കാണാം. ഓക്കെ, അപ്പോൾ താങ്ക് യു.